ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് കമൻസൊക്കെ ഇട്ടൊന്ന് സഹായിക്കണേ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കും അതുപോലെ തന്നെ വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കേണ്ടി വന്നു. കാരണം എനിക്ക് അവധിയാണെന്നേ ഉള്ളൂ, മോന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് പോകണം. അപ്പോൾ രാവിലെ ചോറും ഇതൊക്കെ കൊടുത്തു വിടണമല്ലോ അവന്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ പിന്നെ കിച്ചണിലെ ജോലിയൊക്കെ രാവിലെ കഴിഞ്ഞു. ഞാനതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒരു ചായ കുടിച്ചുണ്ട് സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ തുടങ്ങിയ പണിയാണ്. ഇവിടെ മാത്രമൊന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് ഫുൾ ഡേ ഒരു ക്ലീനിങ് ആയിപ്പോയി. എന്നാലും സാരമില്ല, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഒരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ചെടിയൊക്കെ വാടിക്കരിഞ്ഞൊക്കെ ഇരിക്കുന്നു. ഈ ഭാഗത്ത് രാവിലെ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല വെയിലടിച്ചിട്ടായിരിക്കും വെള്ളം. ഞങ്ങളൊക്കെ പോകുമല്ലോ, വൈകിട്ട് വരുമ്പോഴാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. എന്നാലും ചെടിയൊക്കെ എല്ലാം എന്താ പറയുക, ആകെ ശോകമോഹമായിട്ടൊക്കെ ഇരുന്നേച്ച്. അപ്പോൾ അതിന് ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ അധികം ഒഴിച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടാം, അത്രേ വിചാരിച്ചുള്ളൂ കേട്ടോ. ഈ സിറ്റ് ഔട്ട് മാത്രം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പണിയൊക്കെ തുടങ്ങി. ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് ജോലി ചെയ്യാമെന്നുള്ള ഇതിൽ ഓരോ ഭാഗങ്ങൾ തീർക്കാമല്ലോ എന്ന് കരുതി നിന്നതാണ് കേട്ടോ. ഇപ്പോൾ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണേ, ഇതൊരു ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല പർപ്പിൾ കളറാണ്. ഇതിലൊരു മൊട്ടിട്ടിട്ടുണ്ട്. പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഞാനൊരു മോളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും ഞാനും കുറേ ചെടിയൊക്കെ വീട്ടിൽ അങ്ങനെ വെക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചെടി വയ്ക്കും. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കുന്നത് അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ അതൊക്കെ ചെയ്തോളായിരുന്നു. അപ്പോൾ നമുക്ക് ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ടെങ്കിൽ, ഒരാളുടെ കൈ തന്നെ എല്ലായിടത്തും എത്തണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരാളും കൂടി നമ്മളെ സഹായത്തിനൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഞാനില്ലെങ്കിൽ അച്ഛനൊഴിക്കും, അച്ഛനില്ലെങ്കിൽ ഞാനൊഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി, അതായത് മുറ്റം നിറച്ചും വീടിനകത്തും ഒക്കെ നിറച്ചും ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. ഇപ്പം അതൊക്കെ പോയി, അച്ഛനും പോയി, അമ്മയും പോയി, ഇപ്പം ആരും ഇല്ല സത്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്ക് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ. കുട്ടികളെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ജോലിക്കും പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിനിടയിൽ കുറച്ച് എന്നാലും ചെടിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഇതൊക്കെ കിട്ടുമല്ലോ. അതിലൊരു പൂവുണ്ടായൊക്കെ നിൽക്കണ കാണുമ്പോൾ. എന്നാൽ പിന്നെ കുറച്ചായിട്ട്, അധികമൊന്നുമില്ല കേട്ടോ, ഇത്തിരി കാണുന്ന ചെടിയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴേ എത്ര നോക്കിയിട്ട് അതൊന്നും വൃത്തിയായെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇത് ഞാനിങ്ങനെ അനക്കാതെ വെക്കുന്നതുണ്ടാണോ. ബാക്കി എല്ലാ ചട്ടിയും ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അതിലേ ഒരു കടന്നൽ കൂടുണ്ട്. ഒരു മാസം മുമ്പാന്ന് തോന്നുന്നു എന്നൊരു കടന്നൽ ഇവിടെ നിന്ന് കുത്തിയായിരുന്നു കേട്ടോ. ചെറുതായിട്ട് കൈക്കിട്ടൊന്ന് വെള്ളം ഒഴിച്ചതാണ് ചെടിയിൽ. അപ്പോൾ കൈക്കിട്ടൊന്ന് ഒരൊറ്റ കുത്തു വന്നു. എൻ്റെ ദൈവമേ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈ എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത്രയും വീർത്തൊക്കെ വന്നു. പിന്നെ ചുണ്ണാമ്പൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ മഞ്ഞളും തുളസിയിലയും കൂടി പുരട്ടി. പക്ഷേ അത് മാറിയില്ല. വൈകുന്നേരം ആയപ്പോൾ കൈ നല്ല വീർത്തു. കൈ ഇങ്ങനെ ഒന്ന് മടക്കാനോ ചുരുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചുണ്ണാമ്പ് ഇട്ടപ്പോഴാണ് അതിൻ്റെ ചെറിയൊരു കൊമ്പ് ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതാണ് അത്ര നീര് വെച്ചത്. പിന്നെ അത് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും നീരൊക്കെ കുറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊരു സന്തോഷം കിട്ടി. അങ്ങനെ ഒരു മുറി വൃത്തിയായി, നമ്മുടെ ഒരു ഫ്രണ്ടിലെ ഒരു പോർഷനല്ലേ, അപ്പോൾ അത് വൃത്തിയായല്ലോ എന്ന് ഓർത്ത് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. അവിടെ ഒരു ജനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സമയം കൊണ്ടേ ആമീനോട് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഗൗതമിൻ്റെ ടേബിളില്ലേ ബുക്കൊക്കെ വെക്കുന്ന അതങ്ങോട്ട് ആകെ കുഴച്ച് മറിച്ച് അവൻ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ആമിക്കുഞ്ഞിനോട് പറഞ്ഞതാണ്, മോളൊന്ന് പറ്റുന്ന പോലെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. പക്ഷെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൾ നന്നായിട്ട് തന്നെ അത് അടക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ പൊടിയൊന്നും അങ്ങനെ തട്ടിയിട്ടില്ല. ലാപ്ടോപ്പിലൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ചെറിയൊരു എന്താ പറയുക വേസ്റ്റ് ഒന്നും കളഞ്ഞിട്ടില്ല. എന്താ കളയേണ്ടതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. മുട്ടുസൂചി കുഞ്ഞു കുഞ്ഞു പിന്നില്ലേ സ്റ്റേപ്ലർ പിന്നെ അതുവരെയൊക്കെ അതിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ദേ ഇത് കണ്ടോ, ഈ പാക്കറ്റ് ആൾക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയതാണ് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ കവർ പോലും കളഞ്ഞിട്ടില്ല. അപ്പം ഞാനത് കളയാമെന്നും പറഞ്ഞ് എടുത്തപ്പോൾ ഉണ്ടല്ലോ എന്നോട് വാങ്ങിച്ചു വെച്ചു, അമ്മ ഞാനത് ക്രാഫ്റ്റ് എന്തോ ചെയ്യാൻ എടുത്തു വെച്ചതാണ്. പിന്നെ അത് വെച്ചിട്ട് ഞാൻ അലക്കിയ തുണി വിരിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ഓരോ പണി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിച്ചൊക്കെ വരുമ്പോൾ അടുത്ത പണി കാണും. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇതെന്ത് വീട്ടിൽ ഇത്രയൊക്കെ ജോലിയാണോ? അപ്പോൾ ചേട്ടനാണെങ്കിലും വന്നിട്ട് ചോദിക്കും പിന്നെ ഈ തുടക്കലും തൂക്കലും ഒക്കെ ഇത്ര പണിയാണോ എന്ന്. പക്ഷെ നമ്മൾ ഒരു പണി കഴിഞ്ഞ് അടുത്തത് ായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാത്ത പണിയാണ് വേറെ കാണുന്നത്. ഇപ്പം തുണി വിരിക്കാൻ വന്ന ഞാനാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒന്ന് അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കുലയുടെ ഇതൊക്കെ വീണിട്ട് ആകെ വൃത്തികേടായി കിടക്കുന്നു. അപ്പം എന്താ പറയുക, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വൃത്തികേടില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നിൽക്കണ ദിവസമൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അല്ലാത്ത ദിവസം തിരക്കിട്ട് പോകലൊക്കെ കണ്ടോ, അത്രയും ചവറുണ്ടായിരുന്നു അവിടെ. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇത് സ്റ്റെയറിൻ്റെ ഒരു അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വേസ്റ്റ് അല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ പെയിൻറ്റിൻ്റെ ബക്കറ്റ്, പിന്നെ ഇപ്പം ഞാൻ ഈ ചാക്കിൽ നിറക്കുന്നതാണ് അച്ഛൻ്റെ കുറേ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ വെച്ചാൽ കുറേ വയറും അങ്ങനെ കുറേ പ്ലംബിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അച്ഛൻ പറയും പെട്ടെന്നൊരാവശ്യം വന്നാൽ നമുക്കിതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പണിയുടെ സമയത്ത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പണിയൊക്കെ ഇവിടെ അച്ഛൻ തന്നെയാണ് ചെറിയ ഇപ്പോൾ ഒരു പൈപ്പ് ഒടിഞ്ഞു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ കറണ്ടിൻ്റെ എന്തെങ്കിലും ചെയ്യണം, ഫാനൊന്ന് ചീത്തയായി, അപ്പോൾ അച്ഛൻ തന്നെ അതൊക്കെ റെഡിയാക്കും. അപ്പോൾ അച്ഛൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അത് അവിടെ ആകെ അലപ്പുറമായിട്ട് കിടന്നു വെച്ച്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു ചാക്കിലാക്കി വൃത്തിയാക്കി വെക്കാമെന്ന്. എന്നിട്ട് ഞാൻ ആ ജോലിയൊക്കെ കഴിഞ്ഞ് തുണി വിരിക്കാനായിട്ട് അങ്ങ് നിന്ന്. അപ്പോൾ അതിനിടയിൽ അച്ഛൻ വന്ന് ചോദിച്ചിട്ടോ, ഞാനത് അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ വിചാരിച്ചേ ഞാനതൊക്കെ എടുത്തിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു മോളെ അതൊന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല അച്ഛാ ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല, ഞാനതെല്ലാം ഭദ്രമാക്കി ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ സമാധാനിപ്പിച്ച് വിട്ടു. അപ്പം ഞാൻ ഈ മേളിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് താഴെ അമ്മയും ഗീതവും കൂടി അവരും അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ നിന്നാണ് വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്ന് ഞാൻ തുണി വിരിച്ചൊക്കെ തീർത്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഈ കാണിക്കുന്ന ചെടിയിൽ ഇതെന്താണെന്നറിയോ, ഇതാണ് ചങ്ങലം പെരണ്ട. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പണ്ടുള്ളവർ പറയും കേട്ടോ എല്ലൊടിഞ്ഞത് വരെ മുറി കൂടും എന്ന് പറയുമ്പോൾ അതിന് അത്രയും പവറുണ്ട്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ കുഴമ്പുണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വന്നപ്പോൾ ഞാനും ആദ്യം ഒരു ചെറിയൊരു കമ്പായിരുന്നു കേട്ടോ, അനിയത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് പിന്നെ കുറച്ചൊക്കെ ഉണങ്ങിയൊക്കെ പോയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ചെറുത് കിട്ടിയപ്പോൾ ഞാൻ അതങ്ങനെ വെച്ച് പരിപാലിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോൾ അത്യാവശ്യം എൻ്റെ അഴയിലേക്ക് അതിങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതങ്ങനെ ഞാനത് വളർത്തിയൊക്കെ എടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് വെച്ച് കുഴമ്പുണ്ടാക്കി. പക്ഷേ നല്ല ഇതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചേട്ടന് ഇവിടെ ഒരു കൈവേദന വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്, പെട്ടെന്ന് മാറി കൈവേദനയൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞ് തുണി വിരിച്ചത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുറിയിലേക്ക് വന്നപ്പോഴേ റൂമിൽ ജനലൊക്കെ തുറന്നപ്പോൾ ഇത്തിരി പൊടിയൊക്കെ ഉണ്ടെന്ന് തൂത്തേക്കാന്ന് വിചാരിച്ചത്. ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ട ഇവിടെ തൂത്തപ്പോഴേ അതങ്ങ് ഇളകി. എൻ്റെ ദൈവമേ, അതെങ്ങാനും ഒന്ന് താഴെ വീണ് പൊട്ടിയേച്ചെങ്കിൽ എന്നെ ഇന്ന് ചേട്ടൻ വന്ന് ശരിയാക്കിയേനെ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ആ ഫോട്ടോ അവിടെ തന്നെയുണ്ട്. ഏത് പെണ്ണാണെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു ചൈനക്കാരത്തി. അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പേ റൂമിലുള്ള ഫോട്ടോയാണ്, ഇത്രയും നാളായിട്ടും അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതിന്ന് വീണിരുന്നെങ്കിൽ എന്നെ ഇന്ന് ശരിയാക്കിയത്. ഞാൻ പലപ്പോഴും ചോദിക്കും ഇതാരാ. അപ്പം ആരാന്ന് ചോദിക്കുന്നത് വെച്ചാൽ അത് പറയും പണ്ട് ജോലി ചെയ്ത സ്ഥലത്ത് ഇരുന്നേച്ച ഒരു കലണ്ടറായിരുന്നു. അപ്പോൾ എന്തോ ഇതിനെ കണ്ടപ്പോൾ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അങ്ങനെ അത് ഒരു ഫോട്ടോ പോലെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് റൂമിൽ അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ ശരിക്കും ആ പെണ്ണിനെ കാണാൻ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടം തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനിന്ന് പൊടി തട്ടിയപ്പോൾ അത് താഴെ വീണ് പോയേനെ, പക്ഷെ വീണില്ല ഭാഗ്യത്തിന്. അപ്പം ഞാനങ്ങനെ ബെഡ്റൂമൊക്കെ വന്ന് ഇത് ഞങ്ങൾക്ക് ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോഴും വ്യൂ കാണാം കേട്ടോ.
കായലിലേക്കുള്ള. അപ്പോൾ പകൽ ഫാനൊന്നും ഇടണ്ട, നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയൊക്കെ ചെയ്യാം. ഉച്ചയുറക്കത്തിനൊക്കെ കിടന്നാൽ നല്ല കാറ്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് അടുത്തത് ഗൗതമിൻ്റെ റൂമാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ കണ്ട നമുക്കിങ്ങനെ ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നേ. ഒരു റൂം കഴിഞ്ഞ് സിറ്റ് ഔട്ട് മാത്രം ക്ലീൻ ചെയ്യാൻ വന്ന ഞാനാണ് ഇപ്പോൾ ബെഡ്റൂം ക്ലീൻ ചെയ്ത് അപ്പോൾ പിന്നെ ഇതും കൂടി ഒന്ന് ചെയ്തേക്കാം, കുഞ്ഞിൻ്റെയും കൂടി ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ അതും ഒക്കെ വൃത്തിയാക്കി ഇട്ടു. അതും തൂത്തും തുടച്ചും പിന്നെ കുറച്ച് പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ റൂമിലുണ്ടാവും പഠിക്കണതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പിന്നെ അവിടെ അടിച്ച് തൂത്തൊക്കെ ഇട്ടതല്ലേ എന്ന് പിന്നെ തുടച്ചേക്കാം. എനിക്കിങ്ങനെ വൃത്തിയായിട്ട് അടിച്ച് കഴിഞ്ഞ് തുടച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാ. അപ്പോൾ പിന്നെ അവിടെ തുടക്കലും കൂടി കഴിഞ്ഞ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചിട്ടാണ്. കാരണം വെറുതെ ഒരു എന്താ പറയുക, ചായ ആയിട്ട് ഇറങ്ങി ഞാനാണ്, ഒന്നും കഴിച്ചൊന്നുമില്ലായിരുന്നു ഇത്ര നേരമായിട്ട്. അപ്പോഴാണ് ആമിക്കുഞ്ഞ് വന്നത്. ഇന്ന് ഞാൻ കുളിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കാരണം കേട്ടോ ആൾ വെയിറ്റ് ചെയ്തത് ഇത്ര നേരമായിട്ടും. കാരണം ഈ അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ ഞാനൊന്ന് വൃത്തിയായിട്ട് എണ്ണയൊക്കെ പുരട്ടി, ആൾക്ക് ഇത്രയും ഹെയറൊക്കെ ഉണ്ട്, അപ്പം എണ്ണയൊക്കെ നന്നായിട്ടൊക്കെ പുരട്ടി ഒന്നും ഷാമ്പു വാഷൊക്കെ ചെയ്ത് വിടും. ഇടയ്ക്കൊന്നും ഞാനിങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലേ മുടിയൊക്കെ ആകെ ഇതായിപ്പോവും. അപ്പോൾ അല്ലാത്ത ദിവസം ആൾ തനിയൊക്കെ കുളിച്ചോളൂ കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് വിഷയം വന്ന് രണ്ടുപേരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ആമീനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് കുളിച്ചു. എൻ്റെ ദൈവമേ എന്തൊരാശ്വാസം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വിശന്ന് അണ്ടം കരിയുന്നുണ്ട്. കാരണം രാവിലെ ഒരു ചായ മാത്രം കുടിച്ച് തുടങ്ങിയ പണിയാണ്, ഇപ്പം തീരുമെന്നും പറഞ്ഞ് ഒന്നും കഴിച്ചതും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് കുളിച്ചിട്ട്, ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് കുളിക്കാതെ കഴിക്കുന്ന മോശമല്ലേ എന്ന് വിചാരിച്ച് കുളിച്ചിട്ട്. ഇത് ആമി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. താഴെ അവർ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പം ആമിക്ക് പോകണ്ടെന്നായിരുന്നു, പക്ഷേ അമ്മ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലിയമ്മ പറഞ്ഞിട്ട് എങ്ങനെ കേൾക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിഷമം. അപ്പം ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോ, പക്ഷെ അവൾക്ക് എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകണ്ടേ എന്നുള്ള വിഷമത്തിലാണ് ആളങ്ങനെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്. അപ്പം ഞാൻ സമാധാനിപ്പിച്ച്, കുഞ്ഞ് ഇന്നൊരു രാത്രിയല്ലേ, കുഴപ്പമില്ല, നാളെ രാവിലെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, അമ്മയുണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞ്, ചിറ്റയുണ്ട്, അമ്മയുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പം പോയിട്ട് വന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിടുവാണ്. ആമിക്കുഞ്ഞിന് ചോറ് കൊടുത്തു. അപ്പോൾ ആമിക്കുഞ്ഞിന് സാമ്പാറും പിന്നെ ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ പോകണോണ്ടിട്ട് ചെമ്മീനൊന്നും കൂട്ടാൻ പറഞ്ഞ് പറ്റത്തില്ലല്ലോ. അപ്പോൾ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെമ്മീനൊക്കെ ശരിയാക്കി രാവിലെ വെച്ചത് കേട്ടോ. ഗൗതം കൂട്ടില്ല. അപ്പോൾ ആമിക്കുഞ്ഞിന് വേണ്ടിയാണ് ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ആൾക്കത് കഴിക്കാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഗുരുവായൂർ പോണ കാര്യം തീരുമാനത്തിലൊക്കെ ആയത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇഡലി സാമ്പാറും കഴിക്കാം രാവിലത്തേന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഉച്ച സമയമായില്ല, ഇനിയിപ്പോൾ ചോറ് തന്നെ കഴിക്കാം അല്ലേ. പിന്നെ അപ്പം ഞാനങ്ങനെ ആമിയുടെ ചെമ്മീൻ ഫ്രൈയും പിന്നെ നമുക്ക് മത്തി കുറേ ദിവസമായിട്ട് ഇങ്ങനെ കായലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഇവിടെ സ്റ്റോക്കായിരുന്നു. അങ്ങനെ മത്തി വറുത്തതും സാമ്പാറും ചെമ്മീൻ ഫ്രൈയും ആയിട്ട് ഞാനും ചോറെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എന്നാൽ പിന്നെ ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുത്.